അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. ദുരിതയാത്രയിൽ നടുവൊടിഞ്ഞ ഇളങ്ങവം നിവാസികൾ. ഇളങ്ങവം കടുംപിടി റോഡിൽ റീടാറിംഗ് നടത്തിയിട്ട് 13 വർഷങ്ങൾ. ദുരിതയാത്രയിൽ നടുവൊടിഞ്ഞ ഇളങ്ങവം നിവാസികൾ. ഇളങ്ങവം ആന്റണി കവല കടുംപിടി റോഡ് വർഷങ്ങളായി ടാറിംഗ് നടത്താത്തതാണ് ജനങ്ങളെ വലിക്കുന്നത്. മഴക്കാലമായാൽ ചെളിക്കുളമായും വേനൽ ആരംഭിച്ചാൽ പൊടിശല്യം നിറഞ്ഞും കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനാവാത്ത അവസ്ഥയിലാണ് ഈ റോഡ്. 12 വർഷം മുൻപ് ടാറിംഗ് നടത്തിയ റോഡിൽ ഇപ്പോൾ ഭൂരിഭാഗവും മൺപാതിക്ക് തുല്യമായ അവസ്ഥയിലാണ്. ഇളകിക്കിടക്കുന്ന മെറ്റലുകൾ ഇരുചക്ര യാത്രികർക്ക് അപകടക്കെണിയൊരുക്കുന്നു. മഴ പെയ്താൽ തെന്നി വീണുമുള്ള അപകടങ്ങളും പതിവാകുന്നു. വാരപ്പെട്ടി പഞ്ചായത്തിനെയും ആയവന പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിന് അരികിലാണ് ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ. നിരവധി സ്കൂൾ ബസ്സുകളും ഇതിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ എത്തുന്നു. പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്ന് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിൽ ഉൾപ്പെടുത്തി നവീകരണത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. 7 മീറ്റർ വീതി ലഭിക്കുവാൻ റോഡിന് ഇരുവശവുമുള്ളവർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായെങ്കിലും കരാർക്കാർ നിർമ്മാണം ഏറ്റെടുക്കുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ റോഡ് നവീകരണത്തിനുള്ള മറ്റു മാർഗങ്ങളും അടഞ്ഞിരിക്കുകയാണെന്ന് വാർഡ് മെമ്പർ ദിവ്യ സലി പറഞ്ഞു. ഒരു 13 വർഷത്തിലേറെയായി നമ്മളുടെ ഈ ഒരു റോഡിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാത്ത വിധം നിൽക്കുകയാണ്. നമ്മളുടെ ഈ റോഡ് ചെയ്യാൻ സാധിക്കാത്തത് PMGSYയിൽ ഉൾപ്പെടുത്തി ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ്. നമ്മൾക്ക് സാറ്റലൈറ്റ് സർവേ നടത്തുമ്പോഴും നമ്മൾക്കിതിനകത്ത് മെയിൻ്റനൻസ് പണികളൊന്നും നടത്താൻ സാധിക്കുന്നില്ല. നമ്മളുടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഫണ്ട് ഈ ഒരു PMGSY ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ടും നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 രൂപ പോലും പദ്ധതിയിലോ ഒന്നും ഉൾപ്പെടുത്തി ഇതിനകത്തേക്ക് ചെയ്യാനുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇതേ രീതിയിൽ തന്നെ തുടരുന്നത്. വർഷങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തുവാൻ റോഡ് എത്രയും വേഗം ടാറിംഗ് നടത്തുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.